മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, പുതിയ റിംഗ് ടോണാണ് അച്ചോ. കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. ഹലോ ചാണ്ടിക്കുഞ്ഞെ, ഇത് ഞാനാ. നിങ്ങൾ ആരാ പെണ്ണുമ്പിള്ളേ? ശിവരാമന്റെ അമ്മ. എന്റെ കർത്താവ് അമ്മച്ചിയായിരുന്നോ? അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോടാ? സാധാരണ പോകാറുള്ളിടത്തെല്ലാം പോയി അന്വേഷിച്ചു, അവിടെ എങ്ങും ചെന്നിട്ടില്ല. ഇനി കുർബാന കഴിഞ്ഞ് കുമാരനെല്ലൂർ പോയി അന്വേഷിക്കണം. അവിടെ എന്താ? അവിടെ ഒരു ബാർ ഒറ്റയ്ക്ക് ഒരുത്തൻ തല്ലിപ്പൊളിച്ചു എന്ന് കേട്ടു. അവിടെ ഉണ്ടോന്നൊരു സംശയം. ഈശ്വരാ, അതവൻ തന്നെ, ഒരു സംശയവും വേണ്ട. ഇവിടെ മുതൽ അന്വേഷണം തുടങ്ങി. നീ അവന്റെ ആരാന്നാ പറഞ്ഞത്? അതൊക്കെ പറയാം. ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്ന് അറിയട്ടെ. അയാളാണെ നിങ്ങൾ പറഞ്ഞ കാശ് ഇപ്പൊ ഇവിടെ എത്തും. ഇതിനു വേണ്ടി അയാളുടെ ഫാമിലി ഒരു ഫണ്ട് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ആടി എങ്ങനെയാ തുടങ്ങിയത്? പുള്ളി കയറി വന്നപ്പോ ഹലോ സാറെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി ഹലോന്നും പറഞ്ഞു ഒരു ഒറ്റ അടിയാ. എന്റെ കർത്താവ്, സ്നേഹം കൊണ്ടാ. സ്നേഹം കൊണ്ട് എന്നെ കാണുമ്പോഴും ഹലോ എന്ന് പറഞ്ഞ അടിയാ തരുന്നേ. ഒരു ശീലം, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ. ഇവിടെ അടുത്തെങ്ങാനുണ്ടോ എന്ന് ഞാനും നോക്കട്ടെ. സ്വിച്ച് ഓഫ് അല്ല, പരിധിക്ക് പുറത്താണ്. ഇവിടെ മൊബൈൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് ഏതെങ്കിലും ബാറുണ്ടോ? ബാറില്ല, പുഴക്കരയിൽ ഒരു ഷാപ്പുണ്ട്, അവിടെ ഫോൺ കിട്ടില്ല. അവിടെ വല്ലം പോയിട്ടുണ്ടെങ്കിൽ അവന്റെ സകല ശീലവും മാറ്റി അവര് വിടും. എന്റെ കർത്താവ്, എന്റെ പേര് വടക്കാഞ്ചേരി വക്കച്ചൻ. വെടക്ക് വക്കൻ എന്ന് പറഞ്ഞാൽ അറിയും. ഞാൻ ബത്തേരി ബാപ്പു, കൊലകൊല്ലിന്ന് വിളിക്കും. നമ്മള് പട്ടാമ്പി രവി, ചട്ടമ്പി രവി എന്നാ ഗുണ്ടാ ലിസ്റ്റില്. പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിലും റൗഡ് ലിസ്റ്റിലും കേഡ് ലിസ്റ്റിലും ഒക്കെ ഞങ്ങളുടെ പേര് എപ്പോഴും കാണും. സത്യം പറഞ്ഞ ആ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തെത്താൻ ഞങ്ങൾ തമ്മിൽ ആരോഗ്യപരമായ ഒരു മത്സരം പോലുമുണ്ട്. ഞങ്ങള് 3 പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ഷാപ്പായത്. ഇവിടെ വന്ന് ഉറക്കത്തുമ്പാൻ പോലും ഒരാളും ധൈര്യപ്പെടാറില്ല. എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം. എനിക്കെന്തോ അസുഖമുണ്ട്. കാരണം നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ല. അതൊരു കുഴപ്പമല്ലേ ചേട്ടന്മാരെ? എന്റെ പേര് ശിവരാമൻ, വക്കീല. ക്രിമിനൽ ലോയറെ എന്ന ആൾക്കാർ വിളിക്കും. അത് നമ്മുടെ കയ്യിലിരിപ്പിന്റെയും കൂടിയാ. ഈ കേഡി റൗഡി ലിസ്റ്റിലൊക്കെ എന്റെ പേരും ഉണ്ട്. ഒരു അപ്കമിങ് സ്റ്റേജിലായതുകൊണ്ട് 1-ാം സ്ഥാനത്ത് എത്തിയിട്ടില്ലെന്ന് മാത്രം. സംഗതികളുടെ കിടപ്പ് വശം വെച്ച് നോക്കുമ്പോൾ നമ്മൾ 4 പേരും ഒരേ നുഖത്തിൽ കിട്ടാവുന്ന ഗുണ്ടകളാണ്. അതുകൊണ്ട് ഈ ടോഡി ബാർ നമുക്ക് 4 പേർ കൂടെ നടത്തിയാലോ? ദേ അതിന്റെ പൂജ. പെട്ടെന്ന് തീരുമാനിക്കണ്ട, കൂടെ നിർത്താൻ പറ്റിയ ആളാണോ എന്ന് നല്ലപോലെ ബോധ്യപ്പെട്ടിട്ട് മതി. അല്ല പിന്നെ ഇതുപോലെ സെറ്റപ്പ് എന്റെ വീടിന് മുമ്പിൽ തുടങ്ങണമെങ്കിൽ എത്ര പൈസ വേണം? വേറെ എന്തിനാളിയാ തുടങ്ങുന്നത്? ഈ 3 സ്റ്റാർ നമ്മൾ 4 സ്റ്റാർ ആക്കിയില്ലേ? ഞൊണ്ടിയല്ല, ചാണ്ടിയ. ആരാത്? ഏത്? ഹലോ, അളിയന്റെ ഫ്രണ്ടായി. ഇവരൊക്കെ ആരാ? എന്റെ ഇപ്പോഴത്തെ പാർട്ട്നേഴ്സ്. ഇപ്പൊ എന്നാ പാർട്സ് ആക്കിയനെ? ഇതെന്ത് വേഷം? ഇത് ഈ ചേട്ടന്റെ.
ഇത് വെടക്ക് വക്ക കൊല കൊല്ലി ചട്ടം പിരിവി. പരിചയപ്പെട്ട സന്തോഷം. ഇതെന്റെ ഫ്രണ്ട് ചാണ്ടി. ചാണ്ടി നല്ല അസല് വാറ്റുകാരനും അതിനേക്കാൾ നല്ല ഓട്ടക്കാരനുമാണ്. എക്സൈസുകാർ എങ്ങനെ ഓടിച്ചാലും ഇവനെ കിട്ടൂല. ഈ കാലം കൊണ്ട് അവൻ പായും. പോകാനോ ചാണ്ടി? ഞാനിപ്പോ പാർട്ട്ണർഷിപ്പിൽ ഷാപ്പ് നടത്തുകയല്ലേ. ശിവൻ എന്തിനാ ഡപ്പാങ്കുത്ത് ഷാപ്പിന്റെ ഒക്കെ നടത്തേ? ആരായ്യോ ഇതങ്ങനെ വെറും ഷാപ്പൊന്നും അല്ല. ഇവിടെ കള്ളും ചാരായവും ബ്രാൻഡിയും വിസ്കിയും സകല സാധനങ്ങളും ഉണ്ട്. കണ്ട ഇത് 3 സ്റ്റാറാ മോനെ, 3 സ്റ്റാർ. ഇവിടെ ക്യാബറ ഡാൻസ് നടത്താറുണ്ട്. കണ്ട ഇത്രയും നല്ലൊരു സ്ഥലം വിട്ടിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും? ശിവ പോവാം പ്ലീസ് പ്ലീസ്. ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് വരാം. വളരെ അത്യാവശ്യം ഒരു കാര്യമുണ്ട്. ശിവ കേറ്. നാളെ വരില്ലേ? നാളെ വരുമ്പോ ഉറ്റവരോടും ഉടയവരോടും ഒന്നും ഉരിയാടാതെ ഇതുപോലെ നാട് വിട്ടേച്ച് വരരുത് എന്നൊന്ന് പറഞ്ഞേക്കണേ. ഒരു ചെറിയ നാട് വിട്ടു വന്നാണോ? ഇതൊരു പതിവാ. അങ്ങനെ ഇരിക്കുമ്പോ ആളെ കാണില്ല. പിന്നെ ഞാൻ എവിടുന്നെങ്കിലും വന്ന് പൊക്കണം. ചുമ്മാ പറയാ, അങ്ങനെ നാട് വിട്ടതൊന്നുമല്ല. നാട്ടിലെ ബാറിലെ കച്ചടകൾ മടുക്കുമ്പോ ഞാൻ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി ഇറങ്ങും. ഒരു ചേഞ്ചിന് വേണ്ടി. ഏത് മനുഷ്യനാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത? നല്ല രണ്ടുപേര്. ഇത് ഹെൽമെറ്റാ. വേണോ? ബൈ, ഗുഡ് നൈറ്റ്. ബൈ. ശിവ നേരം എഴുന്നേക്ക്. ശിവ ശിവ ഓ തമ്പുരാൻ എത്തിയോ? എത്തി. കൊലവല്ലി കൊലവല്ലി കൊലവല്ലി. കൊലവല്ലിയോ? ഇവനെ ഏതെങ്കിലും കാട്ടിത്താണോ നീ പിടിച്ചോണ്ട് വന്നത്? ഏയ് ഷാപ്പിന്ന 3 കുഞ്ഞാടുകളോടൊപ്പം ഷാപ്പ് നടത്തുമായിരുന്നു. അയ്യോ. ഇന്ന് നേരത്തെ വന്നു അല്ലേ? എന്താ അത്? അല്ല അത് പിന്നെ 2 കുപ്പി പാൽപ്പായസം പിന്നെ മാറ്റായിരിക്കും. ഇതും കൊണ്ട് ഈ പടി കയറെന്ന് പറഞ്ഞിട്ടില്ലേ? അതറിയാം. ഇത് പടി കയറിയില്ലെങ്കിൽ ചേട്ടൻ ഇപ്പൊ പടി ഇറങ്ങും. ആ കള്ള് ഷാപ്പിൽ അദ്ദേഹം ഇങ്ങോട്ട് വരാൻ തയ്യാറല്ലായിരുന്നു. പെറ്റമ്മ കണ്ണീരൊഴുക്കി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാവോ? കണ്ണീന്ന് വരുന്ന കോർപ്പറേഷൻ വാട്ടർ ഒന്നും അല്ലല്ലോ ബില്ലടയ്ക്കാൻ. ഫ്രീ വാട്ടർ അല്ലേ, ചുമ്മാ വന്നോട്ടെ എന്നാ പറഞ്ഞത്. ചേട്ടൻ ഇങ്ങനെ തല്ലിപ്പൊളിയായി നടക്കുന്നത് പോലീസ് ഓഫീസറായ അനിയന് നാണക്കേടാണെന്ന് പറഞ്ഞു. പുല്ലന്റെ അടുത്ത് വെച്ചാ പറ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു നല്ല തെങ്ങും കള്ള് വാറ്റിയ ചാരായം എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞു പോയി ആ മനുഷ്യന്റെ. ആ ഒറ്റ കാരണം കൊണ്ടാ കൂടെ പോകുന്നത്. ഇനി ഇത് കൊടുത്തില്ലെങ്കിൽ IPC സെക്ഷൻ ഏതോ ഒരു നമ്പർ പ്രകാരം വഞ്ചന കുറ്റമാവില്ലേ? ചാണ്ടേ വാ കേറി പോരെ. ഇവിടെ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല. വാ പറഞ്ഞ സാധനം തന്നെ കൊണ്ടുവന്നല്ലോ.